അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച. അതിലേക്ക് എത്താം. അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കി വരാം. പാലക്കാട് കല്ലേക്കാട്ടിൽ വീട്ടിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുടമ മണിക്കുറ്റിക്കളം സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മൂത്താന്തറ സ്കൂളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതായി പോലീസ്. പ്രതി കിണർക്കുഴിക്കൽ ജോലിക്കാരൻ എന്ന് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധവുമായി ബന്ധപ്പെട്ട് CPM വലിയ തോതിൽ ആരോപണം ഉയർത്തിയിരുന്നു. ഒപ്പം കോൺഗ്രസും ആ നിലയ്ക്ക് തന്നെ ആരോപണം ഉയർത്തുന്നത് കണ്ടതാണ്. നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി പത്മ, അതിൽ പ്രധാനപ്പെട്ട കാര്യം CPM കോൺഗ്രസും ഉന്നയിക്കുന്നതിനപ്പുറം പോലീസും ഇക്കാര്യത്തിൽ ഇയാൾക്ക് BJP ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ കാര്യങ്ങൾ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യത്തിൽ, പക്ഷേ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിൽ വിശദമായ പരിശോധന തന്നെ ആവശ്യമാണെന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില നിർണായകമായ തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഫാസിൽ, കല്ലേക്കാട് സ്വദേശിയായിട്ടുള്ള നൌഷാദ് എന്നിവരും കസ്റ്റഡിയിലുണ്ട്. ഇവരെയും വിശദമായി ചോദ്യം ചെയ്തതുൾപ്പെടെ വരികയാണ്. അത് ഈ കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. തങ്ങളുടെ പ്രവർത്തകനല്ല, ഞങ്ങളുടെ യാതൊരു ഘടകത്തിലും പ്രവർത്തിക്കുന്ന ആളല്ല എന്ന് BJP ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ CPM കോൺഗ്രസും ശക്തമായ ആരോപണമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. ഈ പ്രദേശത്താകെ BJPയുടെ സ്വാധീന കേന്ദ്രമാണെന്നും സജീവമായി BJPയുടെ പരിപാടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആളാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രണ്ട് പാർട്ടികളും ആരോപിക്കുന്ന സാഹചര്യമുണ്ട്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ അറസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ലക്ഷ്മി പത്മ. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.